ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് കൂമ്പിൻ്റെ ഉപ്പേരിയായിട്ടോ വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള കൂമ്പിൻ്റെ ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് കൂമ്പ്. അപ്പോൾ കൂമ്പ് ആദ്യം തന്നെ നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ മേലത്തെ ഭാഗം ഒന്ന് രണ്ട് ഇല്ലേ, ആ മുകളിലുള്ള അത് അങ്ങെടുത്ത് നമുക്ക് മാറ്റാം. അതിനുശേഷം ഇത് മുഴുവനായിട്ടൊന്നും മാറ്റാൻ പാടില്ല കേട്ടോ. ചിലവരൊക്കെ അത് കംപ്ലീറ്റ് മാറ്റിയിട്ട് ഉപ്പേരി ഉണ്ടാക്കുന്ന കാണാം. പക്ഷെ അങ്ങനെയല്ല, ഇതേപോലെയാണ് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ ആ അറ്റുണ്ടല്ലോ അതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ ഇതേപോലെ കത്തി കൊണ്ട് നല്ലോണം കുത്തി ഇതാക്കുമ്പോൾ ചെറിയ ചെറിയ പീസായി കിട്ടും കേട്ടോ. അത് നമ്മൾ വെള്ളത്തിലേക്ക് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്കാണ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിതാ ഇതേപോലെ എല്ലാം ഇതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. മുഴുവനായിട്ടൊന്നും എടുക്കുന്നില്ല, പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. പകുതി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ പിറ്റേ ദിവസവും ഇതേപോലെ ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഞാനിത് വെള്ളത്തിലേക്ക് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നല്ലോണം അത് കഴുകിയിട്ട് നല്ല ഞെരണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. വെള്ളമൊക്കെ പോക്കിയിട്ട് ഇതിലേക്ക് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തു, 2 പച്ചമുളക് കട്ട് ചെയ്തു, കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു പിടി തേങ്ങയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ പൊടികളായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് കൈകൊണ്ട് നല്ലോണം ഞെരണ്ടിയിട്ട് തന്നെ കുഴയ്ക്കുക കേട്ടോ. നല്ലോണം ഞെരണ്ടണേ, എന്നാലാണ് എല്ലാ ഭാഗത്തും ആ ഒരു മുളകും ഇതൊക്കെ പിടിക്കത്തുള്ളൂ. അപ്പോൾ ഇതാ ഞെരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു ചീനച്ചട്ടി ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. 1/2 ടീസ്പൂൺ കടുകും, ഒരു വറ്റമുളകും, കുറച്ച് കറിവേപ്പിലയും ചേർത്തു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമ്മൾ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ടുണ്ട്. അത് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ. ഇതിലേക്ക് നമ്മുടെ ആ കൂമ്പും കൂടി ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ കൂമ്പിൻ്റെ ഉപ്പേരി നിങ്ങൾ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. നല്ലതാണ് നമ്മുടെ ശരീരത്തിനൊക്കെ. കൂമ്പും കാമ്പും ഒക്കെ നല്ലതാണ് വാഴയുടെ. അങ്ങനത്തെ നല്ലോണം ഇളക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് വെന്ത് വരാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്നും കൂടി ഇളക്കിയിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു ചെറിയ തീയിൽ വെക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിലല്ല, ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വെന്തിട്ട് വരട്ടെ. ഇപ്പോൾ ഇതാ വെള്ളം ചെറുതായി വറ്റി വരുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ മുഴുവനായിട്ട് വെള്ളം വറ്റിയിട്ടില്ല, ചെറുതായിട്ട് കണ്ട കുറച്ച് വെള്ളം അതിലുണ്ട്. അപ്പോൾ ചെറിയ തീ തന്നെ ഇട്ടിട്ട് നല്ലോണം അങ്ങ് വറ്റിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. അങ്ങനെ നമ്മുടെ കൂമ്പിൻ്റെ ഉപ്പേരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഉപ്പേരി കേട്ടോ. ഇത് ഞാനിതാ ചോറിൻ്റെ കൂടെ, ഇത് നിങ്ങൾക്ക് ചപ്പാത്തീൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കൂമ്പിൻ്റെ ഉപ്പേരി ഇതാ ചോറിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഇതിൻ്റെ കൂടെ ഞാനിതാ നല്ല അയല മുളകിട്ടതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ചോറിൻ്റെ കൂടെ. അപ്പം നമ്മുടെ കൂമ്പ് ഉപ്പേരി നല്ല അയല മുളകിട്ടതും പിന്നെ പരിപ്പും പടവലും കൂടി വെച്ച കറിയും കൂടി വെച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരും കൂമ്പ് ഉപ്പേരി ഉണ്ടാക്കണേ. താങ്ക് യു. പിന്നെ ഹാപ്പി ന്യൂ ഇയർ കേട്ടോ.